ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണമായിട്ട് ഞാൻ സ്പെഷ്യൽ ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. ഒരുപാട് സ്പെഷ്യലൊന്നുമല്ല, എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. കാരമൽ പാലട പായസമാണ്. അപ്പോൾ ദേ പാത്രം ഞാൻ അടുപ്പിലോട്ട് വെച്ച് നല്ലതുപോലെ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ടൊന്ന് കാരമൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ഒന്ന് കാരമൽ ആയപ്പോഴത്തേക്ക് ഞാൻ അത് അട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അടയും പഞ്ചസാരയും കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആയിട്ട് വരണം. പ്രത്യേകം ശ്രദ്ധിക്കണം, അടിയിലൊന്നും പിടിക്കാതെ കരിയാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആയപ്പോഴത്തേക്കും ഞാൻ അതേ പാൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ പാൽ 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം പാൽ ഒഴിക്കുമ്പോൾ ഇതൊന്ന് കട്ടയായിട്ട് തോന്നും, ഇളക്കാനും പാട് തോന്നും. അതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട. ഈ പാല് ചൂടാകുമ്പോഴത്തേക്കും അതും തനിയെ മെൽറ്റായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പാലൊന്ന് ചൂടായി വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇതേ പാല് ചൂടായപ്പോൾ കണ്ടോ നല്ലതുപോലെ ഇളക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഈ അടയെല്ലാം നല്ലതുപോലെ വെന്ത് വരണേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോൾ പാലിതേ നല്ലപോലെ തിളച്ച് കുറുകി നമ്മുടെ അടയെല്ലാം ദേ വെന്ത് നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ മധുരം നോക്കിയിട്ട് പഞ്ചസാര ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിൽക്ക് മേഡാണ് ചേർക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ദേ പായസം റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ പായസത്തിൻ്റെ കളറ് തന്നെ കണ്ടോ? കാരമൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കളറ് കിട്ടുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അല്പം നെയ്യ് ആഡ് ചെയ്താൽ ഇത്രയും വെച്ച് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിവിടെ ഇച്ചിരി കാഷ്നട്ടും മുന്തിരിയൊക്കെ ഒന്ന് നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്തുകൊണ്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഇത് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് ചൂടായി അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പൊന്ന് മൂത്തിട്ടിട്ട് അതിലേക്ക് നമുക്ക് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരു ഫ്ലേവറിന് കുറച്ച് ഏലക്ക ഒന്ന് ചതച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഫ്രൈ ചെയ്ത് ഇതോടെ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമ്മുടെ ഈ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്യണം. സൂപ്പർ ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റിൽ പറയണേ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.